നമസ്കാരം. ചാനൽ 91 ന്യൂസിലേക്ക് സ്വാഗതം. കൊലപാതകങ്ങളെ സിനിമകൾ സ്വാധീനിക്കുമെന്നതിൽ സംശയമില്ല. കൊലപാതകികൾ പിടിക്കപ്പെടുമ്പോഴാണ് ഇതിൻ്റെ പിന്നിലുള്ള സിനിമാ ബന്ധം പുറത്തറിയുന്നത്. ഇത്തരം കൊലപാതകങ്ങൾ കൂടുതലും നടക്കുന്നത് ഇംഗ്ലീഷ് സിനിമകളിൽ നിന്നുള്ള രംഗങ്ങൾ അനുകരിച്ചാണ്. എന്നാൽ അടുത്തിടെയായി മലയാള സിനിമയിലെ കൊലപാതക രംഗങ്ങളും ശവം മറവ് ചെയ്യലുമൊക്കെ യഥാർത്ഥ മർഡറുമായി വലിയ ബന്ധം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ദൃശ്യം മോഡൽ കൊലപാതകം എന്നൊരു പോലീസ് ഭാഷ്യം തന്നെ ദൃശ്യം എന്ന സിനിമയ്ക്ക് ശേഷം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഹൈദരാബാദിൽ നടന്നൊരു കൊലപാതകം ഒരു മലയാള സിനിമയിലെ രംഗങ്ങൾ കണ്ട് അത് അനുകരിച്ചതാണ് എന്നത് എവരെയും ഞെട്ടിക്കുന്നു. അടുത്തിടെ പുറത്തിറങ്ങിയ സൂക്ഷ്മദർശിനി എന്ന ചിത്രത്തിലെ കൊലപാതകത്തിന്റെ ചുവട് പിടിച്ചാണ് ഹൈദരാബാദ് കൊലപാതകവും നടന്നിരിക്കുന്നത്. സൈനിക ഉദ്യോഗസ്ഥനാണ് കൊലയാളി. കൊന്നത് സ്വന്തം ഭാര്യയെ. ഗുരുമൂർത്തി എന്ന സൈനിക ഉദ്യോഗസ്ഥൻ സ്വന്തം ഭാര്യയായ മാധവിയെ വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം നിരവധി കഷ്ണങ്ങളാക്കി മുറിച്ച് കുക്കറിൽ വേവിച്ച് ഇതേ ശരീരഭാഗങ്ങൾ തടാകത്തിലേക്ക് വലിച്ചെറിഞ്ഞു. 2020 ഇന്ത്യൻ സൈന്യത്തിൽ നിന്ന് മടങ്ങിയെത്തിയ ഗുരുമൂർത്തി കാഞ്ചൻബാഗിൽ സെക്യൂരിറ്റി ഗാർഡായി ജോലി ചെയ്യുകയായിരുന്നു. സ്വന്തം വീട്ടിലേക്ക് പോകണമെന്ന ഭാര്യയുടെ നിസ്സാരമായ ആവശ്യത്തിൽ നിന്നുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ അവസാനിച്ചത്. പെട്ടെന്നുണ്ടായ പ്രകോപനത്തിൽ ഭാര്യയെ കൊന്ന ഗുരുമൂർത്തിക്ക് ശവം എങ്ങനെ മറവ് ചെയ്യണമെന്ന് രണ്ടാമതായി ചിന്തിക്കേണ്ടി വന്നില്ല. വളരെ അടുത്ത് താൻ കണ്ട സൂക്ഷ്മദർശിനി എന്ന മലയാള സിനിമയിലെ കൊലപാതകവും മൃതദേഹം മറവ് ചെയ്യലുമൊക്കെ ഇയാളുടെ തലച്ചോറിൽ ഓടിയെത്തി. സൂക്ഷ്മദർശിനിയിൽ വീര്യം കൂടിയ ആസിഡ് ഉപയോഗിച്ചാണ് മൃതദേഹം അലിയിച്ചു കളയുന്നതെങ്കിൽ ഇവിടെ സ്വന്തം ഭാര്യയുടെ ശരീരഭാഗങ്ങൾ കട്ടർ ഉപയോഗിച്ച് 100 കണക്കിന് കഷണങ്ങളാക്കി പ്രഷർ കുക്കറിൽ വെച്ച് വേവിച്ചു. അതിനുശേഷം തടാകത്തിൽ ഉൾപ്പെടെ പലയിടങ്ങളിലായി വിദഗ്ധമായി ഉപേക്ഷിച്ചു. ഒരു മലയാള സിനിമാ രംഗം ഹൈദരാബാദിൽ നടന്ന കൊലപാതകത്തെ പോലും സ്വാധീനിച്ച ഞെട്ടലിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ. സിനിമകൾ ലഹരി ഉപയോഗത്തെയും അക്രമ സംഭവങ്ങളെയും സ്വാധീനിക്കുന്നില്ല എന്നത് ഇവിടെ തകരുകയാണ്. സിനിമ പ്ലാൻ കൊലപാതകങ്ങൾ നിരവധിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ പ്രതികളെ പിടിക്കുമ്പോഴാണ് പോലീസ് ഉദ്യോഗസ്ഥർ മനസ്സിലാക്കുന്നത്. സിനിമാ മോഡലിൽ ഒളിപ്പിച്ചിരിക്കുന്ന എത്രയോ മൃതദേഹങ്ങൾ ഇനിയും കണ്ടെത്താൻ ബാക്കിയാകുന്നു.